بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد. പരിശുദ്ധ റമദാൻ മാസം നോമ്പനുഷ്ഠിക്കാൻ കഴിയാത്ത ആളുകൾക്ക്, അശക്തരായ ആളുകൾക്ക് കൊടുക്കേണ്ട ഫിദിയ എത്രയാണ്, എപ്പോഴാണ് കൊടുക്കേണ്ടത്? ഹനഫി മദ്ഹബ് അനുസരിച്ചുകൊണ്ട് ഹനഫി മദ്ഹബിൻ്റെ കർമ്മശാസ്ത്ര വിധി പ്രകാരം എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഹനഫി കിതാബുകളിലൊക്കെ കാണാം, വലിശൈഖിൽ ഫാനി അയുൽ ഹരിമി അൽ ആജിസി അനി സൗമി, നോമ്പെടുക്കാൻ കഴിയാത്ത അശക്തരായ പ്രായാധിക്യമുള്ള വ്യക്തികൾക്ക് അനുവദനീയമാണ് അൽ ഫിത്റു, നോമ്പ് അവർക്ക് മുറിക്കൽ അനുവദനീയമാണ്, നോമ്പ് എടുക്കേണ്ടതില്ല. അതിന് പകരമായി അവർ ചെയ്യേണ്ടത് വയുഫ്ദി വുജൂബൻ, നിർബന്ധമായും ഫിദിയ കൊടുക്കണം എന്നതാണ്. ലിക്കുല്ലി യൗമിൻ, ഓരോ ദിവസത്തെ നോമ്പിനിക്കും പകരമായി അവർ ഫിദിയ കൊടുക്കണം എന്നതാണ്. ബിഷർത്തി ദവാമി അജിസിൽ ഫാനി ഇലൽ മൗത്തി, ഈ വ്യക്തിക്ക്, ഈ പ്രായാധിക്യമുള്ള നോമ്പെടുക്കാൻ അശക്തനായ വ്യക്തി മരണം വരെ അശക്തത തുടരുക എന്ന ഒരു നിബന്ധനയാണ് അതിനുള്ളത്. ഇടക്കാലത്ത് വെച്ച് അശക്തത നീങ്ങുകയും അദ്ദേഹത്തിന് നോമ്പെടുക്കാൻ സാധ്യമാവുകയും ചെയ്താൽ ഫിദിയ കൊടുത്തിട്ടില്ലെങ്കിൽ കൊടുക്കേണ്ടതില്ല, നോമ്പെടുക്കുകയാണ് വേണ്ടത്. നേരത്തെ ഫിദിയ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫിദിയ അസാധുവാകുന്നതും വീണ്ടും നോമ്പ് അദ്ദേഹത്തിന് എടുത്തു വീട്ടുകയുമാണ് വേണ്ടത് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കിതാബുകളിലൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് ഫിദിയ കൊടുക്കേണ്ടത് എന്നതാണ്. അത് 3-4 ഓപ്ഷനുകൾ മഹാന്മാർ, ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത്, മിസ്കീൻ ഫഖീറായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നതാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തുആമു മിസ്കീൻ, സൂറത്തുൽ ബഖറ 184 ആയത്തിൽ കാണാം. നോമ്പെടുക്കാൻ കഴിയാത്ത ആളുകൾക്ക് വഅലല്ലദീന യുതീഖൂനഹു യാനി ലാ യുതീഖൂനഹു ഫിദിയത്തുൻ തുആമു മിസ്കീൻ, നോമ്പെടുക്കാൻ ഒരിക്കലും സാധ്യമാകാത്ത ആളുകൾക്ക്, അവർ മിസ്കീനായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ് വേണ്ടത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവരുടെ ഈ ആയത്തിനുള്ള തഫ്സീർ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 4505 നമ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. ബുഖാരി ഇമാം ഉദ്ധരിച്ചിട്ടുണ്ട്. ഹുവ ശൈഖുൽ കബീർ വൽ മർഅത്തുൽ കബീറത്തു, പ്രായമുള്ള ആണും പ്രായമുള്ള പെണ്ണും, ലാ യസ്തതിആനി അൻ യസൂമ, നോമ്പെടുക്കാൻ അവർക്ക് ഒരു നിലക്കും കഴിയില്ല. അവർ ഫയുതഇമാനി മക്കാന കുല്ല യൗമിൻ മിസ്കീനൻ, അവർ ഈ നോമ്പിന് പകരമായി ഓരോ നോമ്പിനും മിസ്കീനിന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ആ കൊടുക്കുന്ന രൂപം എന്ന് പറയുന്നത്, ഒരു മിസ്കീനിന്, ഒരു നോമ്പിന് പകരമായി ഒരു മിസ്കീനിന് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ രാവിലെയും വൈകുന്നേരവും വയറ് നിറയെ കൊടുക്കുക, ഭക്ഷിപ്പിക്കുക എന്നതാണ് ഒരു ഓപ്ഷൻ. അല്ലെങ്കിൽ 1 കിലോ 700 ഗ്രാം അഥവാ ഫിത്ർ സ്വതഖയുടെ അളവ്, അരസാഴ്, കിതാബിൻ്റെ കണക്കിൽ പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ ഭാഷാന്തരം ചെയ്യുമ്പോൾ 1 കിലോ 700 ഗ്രാം ഗോതമ്പ്, അല്ലെങ്കിൽ ആ ഗോതമ്പിൻ്റെ മാവ്, അല്ലെങ്കിൽ ആ ഗോതമ്പിൻ്റെ വില, അല്ലെങ്കിൽ ആ വില അനുസരിച്ചിട്ടുള്ള അരി, ഇത് ഫഖീറായ ആൾക്ക്, മിസ്കീനായ ആൾക്ക് അവർക്ക് കൊടുക്കുക. ഈ തുക സംഖ്യ ആയാലും വിരോധമില്ല, ഭക്ഷണ സാധനങ്ങളായിട്ട് വാങ്ങിക്കൊടുക്കുന്നതായാലും വിരോധമില്ല. അരസാഴ് അഥവാ 1/700 കിലോഗ്രാമിൻ്റെ ഗോതമ്പോ, ആ ഗോതമ്പിൻ്റെ വിലയോ, ആ വിലയുടെ അരിയോ മിസ്കീനായ ആൾക്ക് കൊടുക്കുക. ഒരു നോമ്പിന് പകരമായി ഒരു മിസ്കീനിന് കൊടുക്കുക.
ഇതാണ് ഓപ്ഷൻസുകളായിട്ടുള്ളത്. ഇതാണ് ഫിദിയ എന്ന് പറയുന്നത്. അപ്പോൾ രോഗമായിട്ട് നോമ്പെടുക്കാൻ കഴിയാത്ത ആൾ ആണെങ്കിലോ, രോഗമായിട്ട് നോമ്പെടുക്കാൻ കഴിയാത്ത ആളാണെങ്കിൽ അവർ രോഗം മാറുന്ന സാഹചര്യം ഉണ്ടായാൽ, ഏത് സമയത്തും രോഗം മാറാമല്ലോ, അള്ളാഹുവിൻ്റെ തഖ്ദീറിൽ കിടക്കുന്ന ഒരു കാര്യമല്ലേ അത്. അങ്ങനെയെങ്കിൽ രോഗം മാറുകയാണെങ്കിൽ അവർ തിരിച്ച് നോമ്പെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഒരു നിലക്കും അവർക്ക് നോമ്പെടുക്കാനുള്ള ത്വാഖത്ത് ഇല്ല എങ്കിൽ അവർ ഫിദിയ കൊടുക്കണം. നേരത്തെ പറഞ്ഞ അളവ്, അല്ലെങ്കിൽ ഭക്ഷിപ്പിക്കുക 2 നേരം ഒരു മിസ്കീനിന് ഒരു നോമ്പിന്. എത്ര നോമ്പാണോ നോറ്റുകൂട്ടാൻ കഴിയാതിരുന്നത് അത്ര മിസ്കീന്മാർക്ക് 2 നേരം വീതം ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ളതാണ് ഫുഖഹാക്കൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നേരത്തെ ഫിദിയ കൊടുത്ത ആൾ നോമ്പെടുക്കാൻ കഴിയില്ല എന്നുള്ള നിലക്ക് ഫിദിയ കൊടുത്തു, പിന്നീട് അദ്ദേഹത്തിന് ആരോഗ്യം തിരിച്ചു കിട്ടിയാൽ ഫിദിയ അസാധുവാകുന്നതും വീണ്ടും അവർക്ക് നോമ്പെടുത്ത് വീട്ടുകയും ചെയ്യേണ്ടതാണ് എന്ന് മഹാന്മാരായ ഫുഖഹാക്കൾ ഫതവ ആലംഗീരിയിൽ ഈ വിഷയം കാണാം. ഹനഫി മദ്ഹബിലെ പ്രബലമായ ഗ്രന്ഥമാണ്. അതുപോലെ ഹിദായ എന്ന ഗ്രന്ഥത്തിലുണ്ട്. അതിൻ്റെ ഷറഹ് അൽ ഇനായ വളരെ വിശദമായിട്ട് തന്നെ അത് പ്രതിപാദിച്ചിട്ടുണ്ട്. റദ്ദുൽ മുഹ്താർ അത് വിശദമായി സമർത്ഥിച്ചിട്ടുണ്ട്. രോഗമായ ആളുകൾക്ക് നോമ്പെടുക്കാൻ വളരെ ഒരു നിലക്കും സാധ്യമല്ലെങ്കിൽ അവർക്ക് നോമ്പ് മുറിക്കാം, അത് അനുവദനീയമാണ്. നോമ്പ് എപ്പോഴാണോ ആവതുണ്ടാവുന്നത് എങ്കിൽ അവർ നോമ്പ് ഖളാ വീട്ടണം. ഇനി നോമ്പ് ഖളാ വീട്ടേണ്ടത് എപ്പോഴാണ് എന്നതാണ്. അത് എപ്പോഴാണ് ആരോഗ്യം വരുന്നതെങ്കിൽ അപ്പോൾ അവർ ഖളാ വീട്ടണം. മുറിക്കപ്പെട്ട നോമ്പ് സാധ്യമായ ഉടനെ തന്നെ വീട്ടണം. അത് 1 വർഷം പിന്തിച്ചതുകൊണ്ട് പിറ്റത്തെ റമദാൻ കഴിഞ്ഞിട്ട് അത് പിറ്റത്തെ റമദാൻ വരെ പിന്തിച്ചാൽ ആദ്യം മുൻതൂക്കം കൊടുക്കേണ്ടത് ആസന്നമായ റമദാൻ മാസത്തിൻ്റെ അദാ ആയ നോമ്പാണ് വീട്ടേണ്ടത്. ഖളാ പിന്നീടാണ് വീട്ടേണ്ടത്. ഖളാ വീട്ടുമ്പോൾ ഫിദിയ കൊടുക്കണമെന്നില്ല. വൈകിയതിൻ്റെ പേരിൽ ഖളാ ആയ നോമ്പിന് ഫിദിയ കൊടുക്കണമെന്നില്ല. ഖളാ വീട്ടിയാൽ മതി, അത് മാത്രം മതി എന്നുള്ളതാണ്. അതുപോലെ മറ്റൊന്ന്, പ്രായമായ വ്യക്തി നോമ്പെടുക്കാൻ കഴിയാത്ത വ്യക്തി ഫിദിയ കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ. ഫിദിയ കൊടുക്കാനുള്ള കാശില്ല, സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയില്ല എങ്കിൽ അവർ ചെയ്യേണ്ടത് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നുള്ളതാണ്. ഫിദിയ കൊടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയില്ലെങ്കിൽ ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നതാണ്. ഫിദിയ കൊടുക്കേണ്ടത് റമദാനിൻ്റെ ആദ്യത്തിലും കൊടുക്കാം, അവസാനത്തിലും കൊടുക്കാം. എത്ര കാലമായിരുന്നാലും ആ ഫിദിയ നമ്മുടെ ദിമ്മത്തിൽ നിർബന്ധമാണ് കൊടുക്കൽ. അതുപോലെ ശക്തമായ രോഗം, നോമ്പെടുക്കാൻ കഴിയാത്ത വിധത്തിലുള്ള രോഗത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ആ രോഗം മരണം വരെ നീണ്ടു നിന്നാൽ, തിരിച്ച് ആരോഗ്യത്തിലേക്ക് വന്നില്ല, നോമ്പെടുത്ത് കൂട്ടാനും കഴിഞ്ഞില്ല, ഫിദിയ കൊടുത്തതുമില്ല എങ്കിൽ മരണമടുത്താൽ കുടുംബക്കാരോട് വസിയത്ത് ചെയ്യാം. വസിയത്ത് ചെയ്താൽ കുടുംബക്കാർക്ക് ഫിദിയ കൊടുത്തു വീട്ടൽ നിർബന്ധമാണ്. മയ്യത്തിൻ്റെ അനന്തരാവകാശ സ്വത്തിൽ നിന്ന്, അതിൻ്റെ 1/3 നിന്ന് മയ്യത്തിൻ്റെ വസിയത്ത് നടപ്പാക്കുകയാണ് വേണ്ടത്. അത് അനന്തരാവകാശികൾക്ക് നിർബന്ധമാണ്, കുടുംബക്കാർക്ക് നിർബന്ധമാണ്. അങ്ങനെ വസിയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ കുടുംബക്കാർക്ക് ഈ ഫിദിയ കൊടുക്കാം, നിർബന്ധമില്ല. വസിയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമില്ല, കൊടുക്കാം. അങ്ങനെയാണ് അതിൻ്റെ മസ്അല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ ഇസ്ലാം ദീന് അതിൻ്റേതായ മുറപ്രകാരം അറിഞ്ഞ് മനസ്സിലാക്കി സൂക്ഷ്മതയോടുകൂടി മുൻഗാമികളൊക്കെ പ്രവർത്തിച്ചതുപോലെ
പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇബാദത്തുകൾ, നോമ്പ് ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാ ഇബാദത്തുകളും കുറ്റമറ്റ രീതിയിൽ നിർവഹിക്കാനും അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിർവഹിച്ച ഇബാദത്തുകളിൽ വല്ല കുറ്റവും അറിയാതെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു തആല നമുക്ക് മാപ്പ് നൽകി നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കുമാറാവട്ടെ. ബിജാഹി സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.